ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ എല്ലാവരെയും കണ്ണീരണിയിപ്പിക്കുകയാണ്. വേദനയോടുകൂടി കണ്ണീരോടുകൂടി അല്ലാതെ നമുക്കാർക്കും ആ ഒരു കാഴ്ച കാണാൻ കഴിയില്ല. മാരകമായ ക്യാൻസർ ബാധിച്ച് ആ വേദനകൾക്കിടയിൽ അവസാന പ്രതീക്ഷകളും അസ്തമിച്ച് മരണത്തെയും കാത്തു നിൽക്കുന്ന ഷാനമോൾക്ക് വേണ്ടി അവിടെയുള്ള വളണ്ടിയർമാർ സർപ്രൈസായി ബർത്ത്ഡേ കേക്ക് മുറിച്ചു. ആ കേക്ക് മുറിക്കുമ്പോൾ, ആ മധുരം പങ്കുവെക്കുമ്പോൾ ഷാനമോളുടെ കണ്ണിൽ സന്തോഷത്തോടൊപ്പം കണ്ണീരും കാണാൻ സാധിച്ചു. കാരണം അവൾക്കറിയാമായിരുന്നു ഇത് തനിക്ക് പ്രിയപ്പെട്ടവർ നൽകുന്ന അവസാനത്തെ പിറന്നാൾ സമ്മാനമാണെന്ന്. ആ സന്തോഷം അധിക നേരം നീണ്ടുനിന്നില്ല. ഒറ്റ രാത്രി കൂടി മാത്രം. പിറ്റേന്ന് രാവിലെ ഷാനമോൾ ഈ ലോകത്തോട് നിന്നും എന്നേക്കുമായി വിട പറയുകയാണ്. Very, very, very. ഒന്നുമല്ല, ചിരിച്ചുകൊണ്ട് അത് മുറിക്കുക. ഇങ്ങോട്ട് പറയണ്ട, ഇത് കഴിഞ്ഞിട്ടപ്പോ പറയാ. കഴിയാനുള്ളതൊക്കെ നമുക്ക് നേരെ പറയാം. കട്ട് ചെയ്യേ. പടക പൊട്ടിക്കേണ്ട ഞെട്ടണ്ടേ. എല്ലാവർക്കും മുറിച്ച് വേഗം കൊടുക്കുക. നോക്കൂ, ഏതൊരു സാധാരണ പെൺകുട്ടിയെയും പോലെ 1000 സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമുള്ള ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു അവൾ. കളിച്ചു ചിരിച്ച് നടക്കേണ്ട പ്രായത്തിൽ, പഠിച്ച് ഉയരങ്ങളിലെത്തേണ്ട പ്രായത്തിൽ, കുടുംബത്തിന്റെ പ്രതീക്ഷയായി മാറേണ്ട സമയത്ത് അപ്രതീക്ഷിതമായി ക്യാൻസർ ആ പൊന്നുമോളെ പിടികൂടുകയാണ്. അവസാനം ഏകരൂർ PTH ക്യാൻസർ വാർഡിലേക്ക്. അവിടെ ചികിത്സയിൽ കഴിയുന്ന സമയത്താണ് അവിടെയുള്ള വളണ്ടിയർമാർ ഈ മോളുടെ ബർത്ത്ഡേ ഒക്കെ സന്തോഷത്തോടുകൂടി ആഘോഷിച്ചത്. തന്റെ അവസാന നിമിഷങ്ങളിൽ താൻ ഒറ്റയ്ക്കല്ലെന്നും തന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ടെന്നും അവൾ തിരിച്ചറിഞ്ഞ ഒരു നിമിഷമായിരിക്കും അത്. പിറ്റേന്ന് നേരം വെളുക്കുമ്പോഴാകട്ടെ ഷാനമോൾ വേദനകളില്ലാത്ത, രോഗമില്ലാത്ത പടച്ചവന്റെ അടുക്കിലേക്ക് അവൾ യാത്രയായി. നോക്കൂ, നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാണല്ലേ. നമുക്കൊക്കെ പടച്ചവൻ ആരോഗ്യം തന്നു. നമുക്ക് ചുറ്റുമുള്ള ഇതുപോലെയുള്ള മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ആരോഗ്യത്തോടെ ഇഷ്ടപ്പെട്ട ഭക്ഷണവും ഒക്കെ കഴിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന സമയത്ത് ഒരുപാട് വേദനകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും രോഗങ്ങളിലൂടെയും ഒക്കെ കടന്ന് മരണത്തോട് മല്ലിട്ട് ജീവിക്കുന്ന എത്രയോ മനുഷ്യർ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഇടയ്ക്കൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ പടച്ചവൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്. ആ പടച്ചവനോട് എത്ര നന്ദി പറഞ്ഞാലും ഒരിക്കലും മതിയാവുകയില്ല. നോക്കൊരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോൾ ഏത് നിമിഷം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്ന മനുഷ്യന് നാളെ ഒരു മാറാരോഗം വന്ന് പിടികൂടാൻ അധിക സമയമൊന്നും വേണ്ട. ഇത്രയേ ഉള്ളൂ മനുഷ്യന്മാരുടെ ജീവിതം. ആൽപായസ് മാത്രമുള്ള ഈ ജീവിതത്തിലാണ് മനുഷ്യന്മാർ പണത്തിനും അധികാരത്തിനും വേണ്ടി ക്രൂരതകളും തോന്നിവാസങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരണപ്പെട്ടു പോയ ഷാനമോൾക്ക് പടച്ചവൻ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ.